ശ്രീ എസ് അജയകുമാറുണ്ട്. KC എംപ്ലോയീസ് സംഘിന്റെ നേതാവാണ് ശ്രീ എസ് അജയകുമാർ. ശാസ്ത്രീയമായ പരിഷ്കാരമാണ്. തൊഴിലാളി സംഘടനകളുടെ നിലപാട് എന്താണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ KSRTC വിനോദസഞ്ചാര മേഖലയിൽ നടത്തുന്ന ഈ വിപ്ലവകരമായ ഈ മാറ്റം അത് ഇപ്പോൾ തുടങ്ങിയതല്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ബഡ്ജറ്റ് ടൂറിസം എന്ന പേരിൽ KSRTC വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെടുത്തി ടൂറിസം നടപ്പിലാക്കുന്നുണ്ട്. അത് വലിയ വിജയമാണ്. കാരണം ഗവൺമെന്റും മാനേജ്മെന്റും കൂടെ ചേർന്ന് നടത്തുന്ന പദ്ധതികളെ അടച്ചാക്ഷേപിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങളിതിനെ വലിയ കയ്യടിയോട് കൂടിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. പക്ഷേ 13 വർഷവും 5 മാസവും പഴക്കമുള്ള ഈ ബസ് ഇത് എത്ര കണ്ട് വിജയിക്കുമെന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ അതിന് ഈ മൂന്നാർ പോലത്തെ മലയോര മേഖലയിൽ ഇത്തരം പഴക്കം ചെന്ന ബസ്സുകൾ സർവീസ് നടത്തുന്നത് അത് എത്രത്തോളം സർവീസ് കാര്യക്ഷമമാകുമെന്നുള്ളൊരു ആശങ്കയുണ്ട്. ഇത് മൂന്നാർ ഡിപ്പോയിൽ ഒരു സ്മാരകമായി ആശങ്കയുണ്ട് എന്ന് പറയുമ്പോൾ KSRTCക്ക് എഞ്ചിനീയറിംഗ് വിങ് അടക്കം എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ. സ്വന്തമായി ഇതെല്ലാം പരിശോധിക്കാനുള്ള സിസ്റ്റം ഉണ്ട്. ഇത് പരിശോധിച്ചിട്ടല്ലേ ഇപ്പോൾ നിങ്ങൾ അവിടുത്തെ ഒരു തൊഴിലാളി സംഘടനയുടെ നേതാവാണ്. താങ്കൾക്ക് പോലും അവിടെ തിരക്കിയാൽ അറിയാൻ കഴിയില്ലേ ഈ ബസിന്റെ കണ്ടീഷൻ എന്താണ്? ഇതിന്റെ സുരക്ഷാ സംവിധാനമാണ് പ്രധാനമായും സ്റ്റെഫിൻ ചൂണ്ടിക്കാട്ടുന്നത്. രൂപകൽപ്പന ചെയ്യാൻ എത്ര ലക്ഷം രൂപ ചെലവായി എന്നുള്ളത് ആദ്യം ഒന്ന് പരിശോധിക്കും. ഇപ്പൊ KSRTCയുടെ ഡബിൾ ഡക്കർ പ്ലാറ്റ്ഫോമിൽ വാങ്ങി, അതുപോലെ ഒരു ഡബിൾ ഡക്കർ ബസ് വാങ്ങി പുതിയ ബസ് വാങ്ങി മോഡിഫിക്കേഷൻ നടത്തിയെടുത്താൽ അതിന് ഇങ്ങനൊരു ആശങ്ക വരില്ല. ഇപ്പോൾ KSRTCയിൽ വിദഗ്ധരായ എഞ്ചിനീയർമാരില്ല എന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. KSRTCയിലെ എഞ്ചിനീയർമാരെല്ലാം വളരെ വിദഗ്ധരാണ്. പക്ഷേ ഇതുപോലെ മൂന്നാർ പോലെയുള്ള ഒരു മേഖലയിൽ മലയോര മേഖലയിൽ ഇങ്ങനെ ഇത്രയും പഴക്കം ചെന്ന ബസ് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ഉള്ള ആശങ്കയാണ് പറഞ്ഞത്. KSRTCയിലെ എഞ്ചിനീയേഴ്സ് എല്ലാം ഇരിക്കുന്നത് തിരുവനന്തപുരത്ത് സെൻട്രൽ വർക്ക്ഷോപ്പിലും ചീഫ് ഓഫീസിലും ഒക്കെ. അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ എല്ലാ സംവിധാനവും വിദഗ്ധരുമുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഈ 14 വർഷത്തിലേക്ക് എത്തുന്ന ബസ് മോഡിഫൈ ചെയ്യുന്നത്? എങ്ങനെയാണ് അതിന് നിങ്ങളിപ്പോൾ ഉന്നയിക്കുന്ന ആശങ്ക? ഈ സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന ആളാണല്ലോ താങ്കൾ. അടുത്ത വർഷം പൊളിക്കണം. താങ്കൾ ഈ സംവിധാനത്തിനകത്തുള്ള ആളാണ്. താങ്കൾ ഈ ആശങ്ക ഉന്നയിക്കേണ്ടി വരുന്ന സാഹചര്യം എന്താണ്? അവിടെ നോക്കാനും പറയാനും ഒന്നും ആരുമില്ലേ എന്നതാണ് പൊതുജനത്തിന്റെ ചോദ്യം. ആ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അത് അന്വേഷിക്കേണ്ടതും അതിനൊരു തീരുമാനമെടുക്കേണ്ടതും സർക്കാർ മാനേജ്മെന്റുമാണ്. കാരണം ഇത് കുട്ടിക്കളിയല്ല. കാരണം ഇത് കുറേ യാത്രക്കാരുമായി അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണ്. അപ്പൊ അത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ഗതാഗത വകുപ്പിന്റെ ബന്ധപ്പെടുത്തി എല്ലാ നിയമങ്ങളും പറയുമ്പോൾ ആ നിയമത്തിന്റെ പരിധിയിൽ ഇത് പെടുമോ എന്നുള്ളത് അദ്ദേഹം പരിശോധിക്കേണ്ടതാണ്. ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതല്ല, അത് കൊണ്ടുവന്ന പദ്ധതികളെ കളിയാക്കുന്നതൊന്നുമല്ല. പക്ഷേ ഇത് പദ്ധതി നല്ലതാണ്. പദ്ധതിയുടെ ആശങ്ക എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻഷുറൻസ് ഇല്ല ഈ ബസ്സിന്. അതുപോലെ തന്നെ പുകമലിനീകരണ സർട്ടിഫിക്കറ്റ് ഇല്ല. പുകമലിനീകരണ സർട്ടിഫിക്കറ്റോ ഇൻഷുറൻസോ ഇല്ലാതെ ഒരു വാഹനം മാതൃഭൂമി ന്യൂസിന്റെ അണ്ടറിലുള്ള ഒരു വാഹനം പൊതുനിരത്തിൽ ഓടാൻ ഗവൺമെന്റ് അനുവദിക്കുന്നു. ചോദ്യം അതാണ്. തീർച്ചയായിട്ടും ശ്രീ അജയകുമാർ പ്രതികരിച്ചതിന് വളരെയധികം നന്ദി.